ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ എന്നീ 4 യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി, PG, BEd ഉൾപ്പെടെയുള്ള MBA ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളോട്ട് അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റി അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2024 പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പരിശോധിക്കാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ തന്നെ, അതായത് CUCAT 2024 അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ PG അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ കരിയർ വെയിൻ്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നെയും അപേക്ഷ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് 12/5/2024 വരെയാണ്. നിലവിൽ +2 പഠിക്കുന്ന അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇൻ്റഗ്രേറ്റഡ് PG, അതായത് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് PGയും അതേപോലെ തന്നെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളായിട്ട്, വിവിധ സബ്ജക്റ്റുകളായിട്ട് PG കോഴ്സും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അപ്പോൾ കോമൺ എൻട്രൻസ് എക്സാം അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, എക്സാമിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മെയ് 28, 29, 30 തീയതികളിലാണ് CUCAT, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വിവിധ PG അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സിലോട്ട് അതായത് എക്സാം തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ അപേക്ഷ സമർപ്പിക്കാത്തവർ ശ്രദ്ധിക്കുക, മെയ് 12 തീയതി വരെ അപേക്ഷ സമയമുണ്ട്. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾക്ക് ഇവിടെ CUCAT ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് MBA, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും വിവിധ സെൽഫ് ഫിനാൻസ് കോളേജിലും സെൽഫ് ഫിനാൻസ് സെൻറ്ററിലുമായിട്ട് MBAയുടെ അഡ്മിഷൻ അപേക്ഷ നേരത്തെ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഇവിടെ നേരത്തെ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, അതായത് CUCATയും MBAയും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവർ നിർബന്ധമായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MBAയുടെ ലാസ്റ്റ് ഡേറ്റ് 15 തീയതിയാണ്. മെയ് 15 വരെ MBA ടൈമുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ CUCATയും അതേപോലെ MBAയുടെയും അപേക്ഷ ടൈം ഇനിയും ഉണ്ട്. വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാത്തവർ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിഗ്രി അഡ്മിഷൻ, അതേപോലെ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള PG, അതേപോലെ തന്നെ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള BEd അഡ്മിഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകളുടെ അപ്ഡേറ്റ് യൂണിവേഴ്സിറ്റി ഏകദേശം മെയ് ലാസ്റ്റോടുകൂടെ നോട്ടിഫിക്കേഷൻ, അതായത് പ്രോസ്പെക്ട്സ് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ജൂൺ 1 തൊട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് സ്പോട്ടിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലും നേരത്തെ തന്നെ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ PG കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കുക, വിവിധ PG കോഴ്സുകളുടെ, അതായത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി. ഏകദേശം ഒട്ടുമിക്ക സബ്ജക്റ്റുകളിലും PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 10/5/2024 അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഡിഗ്രി ഫൈനൽ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 10/5/2024. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയിലെയും നോർമലായിട്ടുള്ള UG, PG, BEd ഉൾപ്പെടെയുള്ള കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ, അതേപോലെ തന്നെ 4 വർഷത്തെ ഡിഗ്രി FIUG CSS 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ്, അത് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഓരോ ഘട്ടത്തിലും നിങ്ങളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് പരിശോധിക്കാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും നേരത്തെ തന്നെ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ PG കോഴ്സുകൾ, അതായത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടറിലുള്ള ക്യാമ്പസുകളിലായിട്ട് വിവിധ PG കോഴ്സുകളോട്ടുള്ള അഡ്മിഷൻ അപേക്ഷ നേരത്തെ തന്നെ വിളിച്ചിരുന്നു. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്ക്, അതായത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഫൈനൽ പരീക്ഷ
റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും 20/5/2024 വരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ PG പ്രോഗ്രാമുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ്. പ്രധാനപ്പെട്ട ചില PG കോഴ്സുകൾ കൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തുന്ന പ്രധാനപ്പെട്ട ചില PG കോഴ്സുകളാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പരിശോധിക്കാം. അതായത് MSc കെമിസ്ട്രി, MSc ഫിസിക്സ് എന്നീ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതായത് 2 യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റും MG രണ്ട് യൂണിവേഴ്സിറ്റികളും കൂടി നടത്തുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന 2 കോഴ്സുകൾ കൂടി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ നൽകുവാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും B.Ed, ഡിഗ്രി, PG മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി 4-മതായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെയും നേരത്തെ തന്നെ എക്സാം അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ PG കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷൻ്റെ ഡേറ്റ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ, അതായത് എക്സാമിനെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളിലോട്ട് അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുന്നത് നാളെ, അതായത് 8/5/2024 വരെയാണ്. വിദ്യാർത്ഥികൾ ഏതൊക്കെയാണ് കോഴ്സുകൾ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. നേരത്തെ അപേക്ഷ സമർപ്പിച്ചവരുടെ ഹോൾ ടിക്കറ്റ്, അതേപോലെ തന്നെ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. website.mgu.ac.in ആണ്. ഇനി അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ MBA അഡ്മിഷൻ നേരത്തെ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ MBA അപേക്ഷ നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് MG യൂണിവേഴ്സിറ്റിയുടെ MBA അപേക്ഷ നാളെ 8/5/2024 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം അപേക്ഷ കൊടുക്കാത്തവർ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ MG യൂണിവേഴ്സിറ്റിയുടെയും B.Ed, ഡിഗ്രി, PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ നിങ്ങളുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിലെയും ഓട്ടോണമസ് കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ കോളേജുകളിലും അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.